തിരുവനന്തപുരത്ത് നിന്ന് താമസം മാറ്റുമോ എന്ന് പോലും നമുക്കറിയത്തില്ല. എന്തായാലും നമ്മൾ കാര്യങ്ങളിലേക്ക് വരാം. ഈ 40 വർഷത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചതല്ലാതെ 50 വർഷത്തോളം CPM ഭരിച്ച ഒരുപാട് വാർഡുകളുമുണ്ട് തിരുവനന്തപുരത്ത് തുടർച്ചയായിട്ട്. അതായത് മറ്റൊരു പാർട്ടിക്ക് ഇന്നുവരെയും കൈമാറ്റം ചെയ്യാത്ത വാർഡുകൾ പോലും തിരുവനന്തപുരം നഗരസഭയിലുണ്ട്. അപ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ശ്രീ VV രാജേഷിനുള്ളത് ഒരു വലിയ ദൗത്യമാണ് ഈ തിരുവനന്തപുരം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിരത്തുകൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതല്ല, തിരുവനന്തപുരം നഗരസഭ നല്ലവണ്ണം ഒന്ന് കുളിപ്പിച്ചെടുത്താലേ പറ്റത്തുള്ളൂ. കാര്യം ഈ 40 വർഷത്തെ അഴുക്ക് പുരണ്ട് ഇത് ഒരു 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 വൃത്തികെട്ട ഒരു സംവിധാനമായിട്ട് തിരുവനന്തപുരം മാറി. തിരുവനന്തപുരത്ത് കണ്ണായ പ്രദേശങ്ങൾ പലയിടത്തും BJPയുടെ ഓഫീസുകളായി. റോഡിനോട് ചേർന്ന് BJPയുടെ അല്ല CPMൻ്റെ ഓഫീസുകൾ റോഡിനോട് ചേർന്ന് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഈ പാതയോരങ്ങൾ കാൽനടക്കാർക്കുള്ള പാതയോരങ്ങൾ കംപ്ലീറ്റ് കയ്യേറി അവർ ഫ്ലെക്സും ബോർഡും ആ ഫ്ലെക്സ് കുറച്ച് ദിവസം